കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഏകാദശിയാണ് ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി. ഈ ഏകാദശിക്ക് പറയുന്ന പേര് പുത്രാദ ഏകാദശി എന്നാണ്. ഏകാദശി തിഥി ആരംഭിക്കുന്നത് 2026 ഓഗസ്റ്റ് മാസം 23-ാം തീയതി അതികാലെ 2 മണി മുതൽ 24-ാം തീയതി വെളുപ്പിനെ 4 മണി 18 മിനിറ്റ് വരെയാണ്. അതുകൊണ്ട് തന്നെ ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ആ പുണ്യമായ ദിവസം, അതായത് 2026 ഓഗസ്റ്റ് മാസം 24-ാം തീയതി നമ്മൾ ഏകാദശിയായി ആചരിക്കുന്നു. ഇത്തവണ വരുന്ന മഹാദ്വാദശിക്ക് ദാമോദര മഹാദ്വാദശി എന്നാണ് പറയുന്നത്. 25-ാം തീയതി പാരണ. ഭാരതത്തിലാണ് ഈ ദിവസം, അതായത് 24-ാം തീയതി ഏകാദശിയായി ആചരിക്കുന്നത്. എന്നാൽ മറ്റു ചില സ്ഥലങ്ങളിൽ ഏകാദശി ദിവസത്തിന് വ്യത്യാസമുണ്ട്. അത് നമുക്ക് പാരണാ സമയം പറയുന്ന സമയത്ത് പറയാം. ഏകാദശി എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്നും എന്തൊക്കെ ആഹാരങ്ങൾ കഴിക്കാൻ പാടില്ലാത്ത ആഹാരങ്ങൾ എന്തൊക്കെ, ഇതൊക്കെ തന്നെ ഇതിനു മുമ്പ് നമ്മൾ വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിനെ പറ്റിയിട്ടൊന്നും വീണ്ടും ആവർത്തിക്കുന്നില്ല. സംശയമുള്ള ആളുകൾക്ക് ഇതിനു മുമ്പുള്ള വീഡിയോകൾ കേട്ട് കഴിഞ്ഞാൽ അതിനകത്ത് വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. ഇനി നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ ഏകാദശി ദിവസം പലരും ചോദിക്കുന്ന ഒരു സംശയമാണ്, ഏകാദശി ദിവസം നമ്മുടെ വീടിൻ്റെ അടുത്തൊരു മരണമുണ്ടായി, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബന്ധുവിന് ഒരു ആപത്ത് സംഭവിച്ചു, മരണപ്പെട്ടു, അവിടെ നമുക്ക് പോകാൻ പറ്റുമോ? അങ്ങനെ പോയതുകൊണ്ട് നമ്മുടെ ഏകാദശിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഒരു സംശയം പലരും ചോദിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഒരു മരണ വീട്ടിൽ പോയി ഏകാദശി ദിവസം, നമ്മൾ ഏകാദശി അനുഷ്ഠിക്കുന്ന ദിവസം നമ്മൾ ഒരു മരണ വീട്ടിൽ പോയിട്ട് അവരെ നമ്മൾ ആശ്വസിപ്പിക്കുന്നു, അവർക്ക് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഏകാദശി കൂടുതൽ മഹത്വരമായി എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. കാരണം നമുക്ക് ഒരു നന്മ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുവാൻ ആ ദിവസം, ആ പുണ്യമായ ദിവസം ഒരു നന്മ നമുക്ക് മറ്റൊരു മനുഷ്യന് ചെയ്തു കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സൽക്കർമ്മം. അല്ലാതെ പട്ടിണി കിടന്ന് വീട്ടിലിരുന്ന് നാമം ജപിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ള കാര്യം ഓർക്കുക. ഇങ്ങനെയുള്ള പുണ്യ ദിവസങ്ങളിൽ എത്രത്തോളം സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ ആ കർമ്മങ്ങൾക്കാണ് പ്രാധാന്യം. അതുകൊണ്ട് ഏകാദശി ദിവസം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഭഗവാൻ അതിന് നിങ്ങളെ അനുവദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യം ചെയ്യണം. ആ വീട്ടിൽ പോയിട്ട് അവരെ നിങ്ങൾ ആശ്വസിപ്പിക്കണം, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം. പിന്നെ അവിടെ നമുക്ക് ഭക്ഷണം, അവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനൊന്നും പറ്റില്ല. കാരണം ഏകാദശി പറഞ്ഞിരിക്കുന്ന ഭക്ഷണങ്ങൾ മാത്രമേ നമുക്ക് കഴിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഭക്ഷണമൊന്നും കഴിക്കേണ്ട, പക്ഷേ നിങ്ങളെ കൊണ്ട്, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. വീട്ടിൽ വന്നിട്ട് കുളിച്ചിട്ട് വിളക്ക് തെളിയിച്ച് നാമം ജപിക്കുക, അതാണ് ചെയ്യേണ്ടത്. അതുപോലെ പീരീഡ്സ് ആയിരിക്കുന്ന ആളുകൾ എങ്ങനെ അനുഷ്ഠിക്കാം, അതുപോലെ വാലായ്മയുള്ള ആളുകൾ, പുലയുള്ള ആളുകൾ, അവർക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാനോ വിളക്ക് തെളിയിക്കാനോ സാധിക്കത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഏകാദശി അനുവദിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് നാമം ജപിച്ചുകൊണ്ട് ഏകാദശി എങ്ങനെയാണോ അനുഷ്ഠിക്കേണ്ടത് അതനുസരിച്ചിട്ട് ചെയ്യുക. പിറ്റേ ദിവസം കൃത്യസമയത്ത് തന്നെ നിങ്ങൾ നിങ്ങളുടെ മുറിയിലിരുന്ന് നാമം ജപിച്ചുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ഏകാദശി ഭഗവാന് സമർപ്പിക്കുകയും ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് തന്നെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ മരണത്തിൻ്റെ കാര്യം പലരും പിന്നെയും കമൻ്റിട്ട് ചോദിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ കാര്യം ഒന്ന് വിശദമായിട്ട് പറഞ്ഞത്. നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു അർത്ഥം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ പുത്രാദ ഏകാദശിയുടെ കഥയൊന്ന് നോക്കാം. കഥ പറഞ്ഞു തന്നെ നമ്മൾ പാരണ വീടണം. അതായത് ഏകാദശി ഭഗവാന് സമർപ്പിക്കുന്ന സമയത്ത് ഈ കഥ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ പറയണം. പറഞ്ഞിട്ട് അല്ലയോ ഭഗവാനെ, അവിടുന്ന് ഈ രാജാവിനെ, ഇപ്പം നമ്മൾ രാജാവിൻ്റെ കഥയാണ് പറയുന്നത്, ഈ രാജാവിനെ ഭഗവാൻ എങ്ങനെയാണോ അനുഗ്രഹിച്ചത്, അദ്ദേഹത്തിൻ്റെ ഈ പാപങ്ങളെല്ലാം മാറ്റി അദ്ദേഹത്തിന് ഒരു സമാധാനം കൊടുത്തത് എങ്ങനെയാണോ, അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തത് എങ്ങനെയാണോ, അതുപോലെ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ, ഈ ഏകാദശി സ്വീകരിക്കണമേ എന്ന് പറഞ്ഞ് ഭഗവാന്റെ തൃപ്പാദങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം,
ഏകാദശി സമർപ്പിക്കണം. കഥ പറഞ്ഞ് തന്നെ വേണം ഏകാദശി സമർപ്പിക്കേണ്ടത്. ഏകാദശി ദിവസവും നിങ്ങൾക്ക് കഥ പറഞ്ഞ് പ്രാർത്ഥിക്കാം. പാരണാ സമയത്തും കഥ പറഞ്ഞ് തന്നെ പ്രാർത്ഥിക്കണം. പാരണാ സമയത്ത് കഥ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മാത്രമേ ഏകാദശി പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഓരോ ഏകാദശിക്കും കഥയുള്ളത്. ഈ കഥ അർജുനന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുത്തതാണ്. അതായത് ദ്വാപരയുഗത്തിൻ്റെ തുടക്കത്തിൽ മഹിഷ്മതി എന്ന ഒരു രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യത്തിലെ രാജാവായിരുന്നു മഹാജിതൻ. ഈ മഹാജിതൻ എന്ന രാജാവ് വളരെ ശ്രേഷ്ഠനായ രാജാവായിരുന്നു. അദ്ദേഹം ഒരുപാട് ദാനധർമ്മങ്ങളും യജ്ഞങ്ങളും ഒക്കെ നടത്തിയിരുന്നു. ജനങ്ങളെയൊക്കെ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ച് നല്ല രീതിയിൽ ഒരു ഭരണം കാഴ്ചവെച്ചിരുന്ന രാജാവായിരുന്നു. പക്ഷേ ഈ രാജാവിനൊരു ദുഃഖമുണ്ടായിരുന്നു. കാരണം പുത്രനില്ലാത്തത് കൊണ്ട് തന്നെ ഹിന്ദുമത വിശ്വാസ പ്രകാരം പുത്രനില്ല എങ്കിൽ നമുക്ക് മോക്ഷം ലഭിക്കുന്നില്ല എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ തനിക്കൊരു പുത്രനില്ലാത്തത് കൊണ്ട് വലിയ ദുഃഖിതനായ രാജാവ് തൻ്റെ മരണകാലം, അതായത് വാർദ്ധക്യത്തിലേക്ക് അടുക്കുന്ന സമയത്ത് അദ്ദേഹം വലിയ ദുഃഖിതനായി മാറി. അദ്ദേഹത്തിന് വലിയ മനപ്രയാസമുണ്ടായി. അങ്ങനെ അദ്ദേഹം തൻ്റെ രാജ്യത്തിലെ പ്രഗത്ഭരായ ജനങ്ങളെ, മന്ത്രിമാരെയും അതുപോലെ ബ്രാഹ്മണരെയും സന്യാസിമാരെയും ഒക്കെ വിളിച്ച് ജനങ്ങളെയും ഒക്കെ വിളിച്ച് കൂട്ടിയിട്ട് തൻ്റെ ഈ ദുഃഖം അങ്ങനെ പറയുകയാണ്. അതുകൊണ്ട് എനിക്ക് വലിയ ദുഃഖമാണ്, എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾക്കറിയാമെങ്കിൽ പറയൂ എന്നൊക്കെ പറയുന്നു. ജനങ്ങൾക്കും വലിയ ദുഃഖമായി രാജാവിൻ്റെ ഈ വിഷമം കേട്ടപ്പോൾ. അങ്ങനെ അവർ കുറച്ച് പേര് ചേർന്നിട്ട് അവർ ഒരു സന്യാസിയുടെ അടുക്കലേക്ക് പോവുകയാണ്. കാരണം ആ സമയത്ത് ഒരു ശ്രേഷ്ഠനായ സന്യാസി അടുത്തുള്ള വനത്തിൽ തപസ് ചെയ്യുന്നുണ്ട് എന്ന് ഇവരറിഞ്ഞിട്ടാണ് അങ്ങനെ ഇവർ കുറച്ച് ആളുകൾ എല്ലാവരും ചേർന്നിട്ട് ഈ സന്യാസിയുടെ അടുക്കലേക്ക് ചെല്ലുന്നത്. ഈ സന്യാസിയുടെ പേര് ലോമാഷ് എന്നായിരുന്നു. ഈ ലോമാഷ് എന്ന് പറഞ്ഞ സന്യാസിയുടെ അടുക്കൽ ചെന്നിട്ട് ഈ ജനങ്ങൾ തങ്ങളുടെ രാജാവിൻ്റെ ദുഃഖം പറയുന്നു. എന്നിട്ട് പറയുന്നു, ഞങ്ങളുടെ രാജാവ് വളരെ ശ്രേഷ്ഠനാണ്, അദ്ദേഹം ഒരുപാട് ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്, ഞങ്ങൾ പ്രജകളെ നന്നായി നോക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെ വലിയൊരു ദുഃഖമുണ്ടായിരിക്കുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ദുഃഖമുണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ ഈ മഹർഷി അല്പസമയം കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുന്നു. അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ രാജാവ് ഈ ജന്മത്തിൽ വളരെ ശ്രേഷ്ഠനാണ്, പക്ഷെ കഴിഞ്ഞ ജന്മത്തിൽ അദ്ദേഹം വലിയ അഹങ്കാരിയായിരുന്നു. ഒരു ഗ്രാമത്തിൽ നിന്നും മറ്റൊരു ഗ്രാമത്തിലേക്ക് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ദിവസം ഈ രാജാവ്, അന്ന് രാജാവല്ല ഒരു മനുഷ്യനായിരുന്നു, അദ്ദേഹം ഇങ്ങനെ വിശന്ന് നടന്ന് ഒരു ഉച്ച സമയത്ത് ഒരു ജലസംഭരണിയിൽ ജലം കുടിക്കാനായിട്ട് പോകുന്നു. അങ്ങനെ ജലം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജാവ് നോക്കുമ്പോൾ തൊട്ടടുത്ത് നിന്നും മറ്റൊരു പശുക്കുട്ടിയും ജലം കുടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നു, ഈ പശുക്കുട്ടിയെ ഓടിച്ചു വിട്ടിട്ട് ആ പശുക്കുട്ടിക്ക് ജലം കൊടുക്കാതെ ഓടിച്ചു വിട്ടിട്ട് ഇയാൾ സ്വന്തമായിട്ട് ജലം കുടിക്കുന്നു. അപ്പോൾ ഒരു പശുക്കുട്ടിയുടെ ദാഹം, ആ ദാഹിച്ച് വലഞ്ഞു വന്ന പശുക്കുട്ടിയുടെ ദാഹം തീർക്കാനായിട്ട് ആ പശുക്കുട്ടി ജലം കുടിച്ചുകൊണ്ടിരുന്ന പശുക്കുട്ടിയെ ഓടിച്ചു വിട്ടിട്ട് ഇദ്ദേഹം സ്വയം ജലം കുടിച്ച് തൻ്റെ ആ ദാഹം അകറ്റുന്നു. അങ്ങനെ ഒരു തെറ്റ് ഇദ്ദേഹം ചെയ്തിരുന്നു. അപ്പോൾ ആ പശുക്കുട്ടിയോട് ചെയ്ത തെറ്റ്, അതിൻ്റെ ഫലമായിട്ട് പിറ്റേ ജന്മത്തിൽ ഇദ്ദേഹം രാജാവായി ജനിച്ചു എങ്കിലും ഇദ്ദേഹത്തിന് ഒരു കുട്ടി ഉണ്ടാകുന്നില്ല. അങ്ങനെ ആ ദുഃഖം അനുഭവിക്കുകയാണ്. ആ ഒരു തെറ്റാണ് ഇദ്ദേഹം ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്ന് ഈ ദുഃഖം അനുഭവിക്കുന്നത് എന്ന് ഈ മഹർഷി ഈ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അവർ ഈ ജനങ്ങൾ മഹർഷിയോട് ചോദിക്കുന്നു, അങ്ങനെ കഴിഞ്ഞ ജന്മത്തിൽ ഒരു തെറ്റ് ചെയ്തു പോയി, ഇനി എന്താണ് പരിഹാരം, ഞങ്ങളുടെ രാജാവിന് എങ്ങനെ കുട്ടിയുണ്ടാകും, അദ്ദേഹത്തിനെ കൊണ്ട് എന്താണ് ചെയ്യിപ്പിക്കേണ്ടത്, എന്താണ് പാപപരിഹാരം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, ശ്രാവണ മാസത്തിലെ പുത്രാദ ഏകാദശി, ശുക്ലപക്ഷ ഏകാദശിയാണ് പുത്രാദ ഏകാദശി, ആ ഏകാദശി വ്രതം ഭംഗിയായി അനുഷ്ഠിക്കുകയും ദാനധർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടി ഉണ്ടാകും എന്ന് പറയുന്നു. അങ്ങനെ സന്തോഷത്തോടുകൂടി ജനങ്ങളെല്ലാവരും കൂടി ചേർന്ന് രാജാവിൻ്റെ അടുക്കൽ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിരുന്നുകൊണ്ട്, ആ രാജ്യം മുഴുവൻ ഒന്നിച്ചിരുന്നുകൊണ്ട് ഈ ഏകാദശി, ഈ ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ പുത്രാദ ഏകാദശി വ്രതം ഭംഗിയായി അനുഷ്ഠിക്കുകയും രാജാവ് ധാരാളം ദാനധർമ്മങ്ങൾ അതിനുശേഷം ചെയ്യുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് രാജാവിന് ഒരു പുത്രൻ ജനിക്കുന്നു. ഇതാണ് ഈ ഏകാദശിയുടെ കഥ. ഈ ഏകാദശിയുടെ കഥ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുത്തതാണ്. ആയിരക്കണക്കിന് യജ്ഞങ്ങൾ ചെയ്യുന്നതിനേക്കാൾ പുണ്യമാണ് ഈ ഏകാദശി അനുഷ്ഠിക്കുന്നത് എന്നുകൂടി ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നു. ഈ കഥ നിങ്ങൾ പറയണം, ഏകാദശി ദിവസം പ്രാർത്ഥിക്കുമ്പോഴും പറയണം, പാരണ വീടുന്ന സമയത്തും ഈ കഥ പറഞ്ഞ് തന്നെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഇനി നമുക്ക് പാരണാ സമയം നോക്കാം. 24-ാം തീയതിയാണ്
ഭാരതത്തിൽ ഏകാദശി 25 പാരണ. കേരളം 25-ാം തീയതി രാവിലെ 6:14 മുതൽ 6:20 വരെയാണ്. തമിഴ്നാട് 5:57 മുതൽ 6:20 വരെ. കർണാടക 6:08 മുതൽ 6:20 വരെ. ആന്ധ്രാപ്രദേശ് 6 മണി മുതൽ 6:20 വരെ. തെലുങ്കാന 6:01 മുതൽ 6:20 വരെ. ഗോവ 6:21 മുതൽ 8:51 വരെ. ഒറീസ 5:29 മുതൽ 6:20 വരെ. ഗുജറാത്ത് 6:29 മുതൽ 9:02 വരെ. പശ്ചിമ ബംഗാൾ കൽക്കട്ട 5:17 മുതൽ 6:20 വരെ. മഹാരാഷ്ട്ര 6:22 മുതൽ 8:53 വരെ. മഹാരാഷ്ട്ര 6:22 മുതൽ 8:53 വരെ. മധ്യപ്രദേശ് 6 മണി മുതൽ 6:20 വരെ. ഡൽഹി 5:55 മുതൽ 6:20 വരെ. ഹരിയാന 5:58 മുതൽ 6:20 വരെ. ബീഹാർ 5:27 മുതൽ 6:20 വരെ. UP 5:36 മുതൽ 6:20 വരെ. കാശ്മീർ 6 മണി മുതൽ 6:20 വരെ. പഞ്ചാബ് 6:02 മുതൽ 6:20 വരെ. ജാർഖണ്ഡ് 5:28 മുതൽ 6:20 വരെ. ഉത്തരാഖണ്ഡ് 5:50 മുതൽ 6:20 വരെ. ഹിമാചൽ പ്രദേശ് 5:53 മുതൽ 6:20 വരെ. ആസാം 5 മണി മുതൽ 6:20 വരെ. ഛത്തീസ്ഗഡ് 5:55 മുതൽ 6:20 വരെ. പോണ്ടിച്ചേരി 6 മണി മുതൽ 6:20 വരെ. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് 5:09 മുതൽ 6:20 വരെ. രാജസ്ഥാൻ 6:03 മുതൽ 6:20 വരെ. ഇത്രയും സ്ഥലങ്ങളാണ് സാധാരണയായിട്ട് നമ്മൾ ഭാരതത്തിലെ സ്ഥലങ്ങളിൽ പാരണാസമയം പറയുന്നത്. ഇവിടെയൊക്കെ ഏകാദശി 24-ാം തീയതിയാണ്, 25-നാണ് പാരണ. നമ്മളിനി അറബ് രാജ്യങ്ങളാണ് പറയുന്നത്. അറബ് രാജ്യങ്ങളിൽ 23-ാം തീയതിയാണ് ഏകാദശി, 24-നാണ് പാരണ. 24-ന് പാരണ വീടുന്ന അറബ് രാജ്യങ്ങളാണ് ഇനി പറയുന്നത്. ദുബായ് 9:19 മുതൽ 10:13 വരെ. അബുദാബി 9:19 മുതൽ 10:17 വരെ. ബഹറിൻ 8:19 മുതൽ 9:31 വരെ. കുവൈറ്റ് 8:19 മുതൽ 9:41 വരെ. സൗദി അറേബ്യ 8:19 മുതൽ 9:47 വരെ. ദോഹ 8:19 മുതൽ 9:28 വരെ. ഷാർജ 9:19 മുതൽ 10:12 വരെ. ഒമാൻ 9:19 മുതൽ 10:01 വരെ. ഇത്രയും സ്ഥലങ്ങൾ 23-ന് ഏകാദശിയും 24-ന് പാരണയുമാണ്. അതുപോലെ ഇനി പറയുന്ന കുറച്ച് സ്ഥലങ്ങൾ കൂടി. ആ സ്ഥലങ്ങളിലെല്ലാം 23-നാണ് ഏകാദശി, 24-ന് പാരണ. ശ്രദ്ധിച്ചു കൊള്ളുക. അർമേനിയ 23-ന് ഏകാദശി, 24-ന് പാരണ. അർമേനിയ 24-ാം തീയതി രാവിലെ 9:19 മുതൽ 10:50 വരെ. അതുപോലെ മാലിദ്വീപ്സിൽ 24-നാണ് നമ്മൾ പാരണ വീടേണ്ടത്. 24-ാം തീയതി പാരണ വീടേണ്ടുന്ന സമയം 6:02 മുതൽ 10:19 വരെ. അതുപോലെ ജോർജിയയിലും 24-ാം തീയതി പാരണ വീടണം. 23 ഏകാദശി 9:19 മുതൽ 10:48 വരെ. അതുപോലെ റഷ്യ 23 ഏകാദശി, 24 പാരണ 8:19 മുതൽ 10:07 വരെ. സ്വീഡനും അങ്ങനെ തന്നെ 7:19 മുതൽ 10:21 വരെ. ഫിൻലാൻഡ് 8:19 മുതൽ 10:53 വരെ. UK മാഞ്ചസ്റ്റർ 6:19 മുതൽ 10:49 വരെ. അതുപോലെ ലിബിയയിലും 23 ഏകാദശി, 24 പാരണ 7:19 മുതൽ 10:58 വരെ. ഇറ്റലി 7:19 മുതൽ 10:57 വരെ. അതുപോലെ അയർലൻഡ് 6:20 മുതൽ 11:05 വരെ. നോട്ടിംഗ്ഹാം UK 6:19 മുതൽ 10:45 വരെ. ഇസ്രായേൽ 8:19 മുതൽ 10:31 വരെ. നൈജീരിയ 6:22 മുതൽ 10:29 വരെ. സൗത്ത് ആഫ്രിക്ക 7:19 മുതൽ 10:58 വരെ. സാൻ ഫ്രാൻസിസ്കോ US 6:33 മുതൽ 10:59 വരെ. ന്യൂയോർക്ക് US
6:15 മുതൽ 10:44 വരെ. കാനഡ 6:15 മുതൽ 10:48 വരെ. ജോർദാൻ US 6:28 മുതൽ 11 മണി വരെ. വാൻകോവർ ബ്രിട്ടീഷ് കൊളംബിയ 6:18 മുതൽ 10:55 വരെ. സ്കോട്ട്ലാൻഡ് US 6:31 മുതൽ 10:59 വരെ. മാൾട്ട US 6:18 മുതൽ 10:55 വരെ. അറ്റ്ലാന്റ US 7:06 മുതൽ 11:28 വരെ. ഇത്രയും സ്ഥലങ്ങൾ 23-ാം തീയതി ഏകാദശിയും 24-ന് പാരണ വീടേണ്ടതുമായ സ്ഥലങ്ങളാണ്. ഇനി ഭാരതത്തിലെ പോലെ 24 ഏകാദശിയും 25 പാരണ വീടേണ്ടതുമായ മറ്റു ചില സ്ഥലങ്ങളുണ്ട്. അത് സാംബിയ. 24 ഏകാദശി, 25 പാരണ, 25-ാം തീയതി രാവിലെ 6:18 മുതൽ 10:12 വരെ. അതുപോലെ ഉഗാണ്ട 24 ഏകാദശി, 25 പാരണ, 25-ാം തീയതി രാവിലെ 6:48 മുതൽ 10:51 വരെ. ഇനി ജർമ്മനി 24 ഏകാദശി, 25 പാരണ, 25-ാം തീയതി രാവിലെ 6:05 മുതൽ 10:47 വരെ. നേപ്പാൾ 24 ഏകാദശി, 25 പാരണ, 5:39 മുതൽ 6:35 വരെ. ന്യൂസിലാൻഡ് അങ്ങനെ തന്നെ 24 ഏകാദശി, 25 പാരണ, 25-ാം തീയതി രാവിലെ 6:57 മുതൽ 10:35 വരെ. അതുപോലെ അഡലെയ്ഡ് ഓസ്ട്രേലിയ 25-ാം തീയതിയാണ് പാരണ വീടേണ്ടത്. 24 ഏകാദശി, 25-ാം തീയതി രാവിലെ 6:44 മുതൽ 10:20 വരെ. അതുപോലെ ഫിലിപ്പൈൻസ് അങ്ങനെ തന്നെ 25-ആണ് പാരണ, 5:43 മുതൽ 8:50 വരെ. അതുപോലെ ഓസ്ട്രേലിയയിലും 24 ഏകാദശി, 25 പാരണ, 25-ാം തീയതി 6:31 മുതൽ 10:15 വരെ. അതുപോലെ മലേഷ്യയിലും 24 ഏകാദശി, 25 പാരണ, 7:10 മുതൽ 8:50 വരെ. അതുപോലെ ചൈന 5:22 മുതൽ 8:50 വരെ. സിംഗപ്പൂർ 25-ാം തീയതിയാണ് പാരണ വീടേണ്ടത്. സിംഗപ്പൂരിൽ 25-ാം തീയതി രാവിലെ 7:02 മുതൽ 8:50 വരെയാണ്. നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളിലെ വ്യത്യാസം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതാത് സ്ഥലങ്ങളിലുള്ള ആളുകൾ അതാത് ദിവസം തന്നെ ഏകാദശി എടുത്ത് പാരണ വീടേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പൊതുവായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ വ്യത്യാസം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഏകാദശി തിഥിയുടെ വ്യത്യാസം അനുസരിച്ചിട്ടാണ് ഈ ദിവസങ്ങൾ മാറി വരുന്നത്. പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ആളുകളൊക്കെ തന്നെ അവർ ശ്രദ്ധിക്കണം. 23-ാം തീയതിയാണ് ഏകാദശി, 24 പാരണ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.